ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വില്ലേജ് പകുതിക്ക് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടുപിടിച്ചോന്ന് അറിയണ്ടേ? കാണാം ഗായ്സ്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു സൈഡ് ആയിട്ട് വില്ലേജ് ഉണ്ട് ഗായ്സ്. ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു വില്ലേജായിരുന്നു ഇത്. 4000-5000 ബ്ലോക്സ് വരെ നമ്മളൊരു വില്ലേജിന് വേണ്ടി പോയി. എനിക്ക് ആകെ കിട്ടിയത് കുറച്ച് ഡാർക്ക് ഓക്ക്, സവാന, ജംഗിളിൻ്റെയൊക്കെ ആ ഒരു ബയോ മാത്രമാണ് കാണാൻ പറ്റിയത്. പക്ഷേ വില്ലേജ് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 40-50 ബ്ലോക്സിനുള്ളിൽ തന്നെ ഈ ഒരു വില്ലേജ് ഉണ്ട്. എനിക്ക് വിശ്വസിക്കാൻ എന്തൊരു അല്ലേ ഗേസൊക്കെ. എന്തായാലും നമുക്ക് ഫൈനലി നമ്മുടെ വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വില്ലേജൊക്കെ ഒന്ന് അരിച്ച് പറക്കി നമുക്കിവിടെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റണമല്ലോ. പാവം ഗൈസ്, ഒരു വില്ലേജർ ഈ ഒരു ഐസിലിങ്ങനെ നമുക്ക് താന്നു പോയിട്ട് നമ്മൾ ചാവൂലേ, അങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വരെ ചെല്ലുമ്പോഴത്തേക്കും അത് ഡെഡായിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പോട്ടെ, നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് അടിച്ച് മാറ്റലിൽ ആദ്യത്തെ സാധനം നമ്മൾ ബെഡ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് അടിച്ച് മാറ്റണം. പിന്നെ എനിക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകേണ്ട പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും അറിയത്തില്ല. കാട് കയറി വന്നപ്പോൾ കിട്ടിയ വില്ലേജാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഇനി പ്രോപ്പറായിട്ട് നമുക്ക് വില്ലേജിലോട്ട് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെസ്റ്റൊക്കെ തപ്പി നോക്കണം. ഇതിനകത്ത് മെയിനായിട്ട് കുറച്ച് ബ്രെഡും പിന്നെ ഒരു പാൻറ്റും ഉണ്ട്. ലെതറിൻ്റെ പാൻറ്റാണ്, പക്ഷേ ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളതായതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെതറിൻ്റെ പാൻറ്റ് എടുത്ത് ഇടണം. ഓക്കെ, അപ്പം നമ്മുടെ ലെതറിൻ്റെ ആദ്യത്തെ നമ്മുടെ ആർമർ ആയിട്ടുണ്ട് ഗായ്സ്. ഓ മൈ ഗോഡ്, ഇനി നമ്മൾക്ക് വാർഡനെ പോലും അടിച്ചിടാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമുക്ക് ഗ്രാവലാണുള്ളത് അടിച്ചു മാറ്റാൻ വേണ്ടി. അപ്പോൾ രണ്ടാമത് നമ്മൾ അടിച്ചു മാറ്റേണ്ടത് ഗ്രാവലാണ്. ഗ്രാവൽ യൂസ് ചെയ്ത്, ഗ്രാവലാണോ ഇത്? അല്ല, സോറി, ഹേബേലാണിത്. ഹേബേലല്ലേ? ആണോ? നോക്കാം. അപ്പോൾ അതും അടുത്ത്. പിന്നെ നമുക്കിത് അടുത്തൊരു ചെസ്റ്റ് കിട്ടി. ആ ചെസ്റ്റിനകത്ത് ബ്രെഡ്, പൊട്ടറ്റോ, ആപ്പിൾ, പിന്നൊരു ബുക്ക്. ബാക്കി സാധനങ്ങളൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും, അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ ഹേബേലുണ്ട്, അതും അടിച്ച് മാറ്റണം. ഇപ്പം മൂന്നാമത്തെ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഹേബേൽ കിട്ടുന്നത്. ഇനി നമുക്ക് പോയിട്ട് ഈ ഒരു സീഡൊക്കെ അടിച്ച് മാറ്റാം. ഓ ഗോഡ്, ഇത് ബീട്രൂട്ട് അല്ല, ബീട്രൂട്ടാണ്. അപ്പോൾ അത് നമ്മൾ അടിച്ച് മാറ്റണം. ഇത് വീറ്റല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ നട്ട് വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും കുറച്ചും കൂടെ ബീട്രൂട്ട് നമ്മൾ അടിച്ച് മാറ്റി എടുക്കണം. അണ്ണൻ നമ്മുടെ ഈ ഒരു വില്ലേജിൻ്റെ തലവനാണ്, രാജാവാണ് ഗേസ്. ഒക്കെ അവൻ. പിന്നെ നമ്മുടെ പൊട്ടറ്റോ, ഇതും കൂടെ നമ്മൾ എടുക്കണം. നമുക്ക് നമ്മുടെ ബേസിൽ കൊണ്ട് നടാമല്ലോ, അതിനു വേണ്ടി. വീണ്ടും ഹേബേലുണ്ട്, അതും എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം അതാ ഹേബേൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് ആക്കാൻ പറ്റും, ഐ മീൻ വീറ്റ് ആക്കിയിട്ട് ബ്രെഡ് ആക്കാൻ പറ്റും. ഗൈസ്, ഇവിടെ രണ്ടുപേരും സംസാരിക്കുവാണ് എന്തൊക്കെയോ. വീണ്ടും നമ്മുടെ ഹേബേലിട്ടി, അതും കൂടെ മൈൻ ചെയ്തെടുക്കണം. തരത്തില്ല, നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ നമ്മളിതിലൊക്കെ കൊടുക്കാവുള്ളൂ. ഓക്കെ, മീൻസ് പെറ്റ്സിന്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നമ്മുടെ ചെസ്റ്റൊക്കെ തപ്പി നടക്കുന്നുണ്ട്. നമുക്കതാ വീണ്ടും ഒരു ചെസ്റ്റുള്ള വീട് കിട്ടി. ഈ വീട്ടിൽ നമുക്ക് എന്തൊക്കെ അയ്യോ, നമുക്ക് 2 ലെതറിൻ്റെ ഉടുപ്പും 2 പാൻറ്റല്ല 3 ഹെൽമെറ്റോ, എന്തുവാ ഇത്? നമുക്കിനി എനിക്ക് തോന്നുന്നു ഈ ഒരു ലെതറിൻ്റെ സംഭവം നമ്മൾ ഡയമണ്ടിനേക്കാൾ കട്ടിയുണ്ട്, ഡയമണ്ടിനേക്കാൾ പവറുള്ള സാധനമാണ്. നെതറൈറ്റിൻ്റെ അത്ര വരില്ല, പക്ഷെ ഡയമണ്ടിൻ്റെ മുകളിലാണ് എന്തായാലും. അത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് വീണ്ടും ഹേബേലിട്ട്. ഇവിടെ ഇഷ്ടംപോലെ ഹേബേലുണ്ട് കേട്ടോ. സാധാരണ 1, 2, 3 ഉള്ളേ, ഇത് 5, 6, 7 ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് നമ്മുടെ വഴി അറിയത്തില്ല, നമുക്ക് തപ്പി നോക്കാം. ഓക്കെ, ഇതാ രാജാവിൻ്റെ പൂവാണ്. ഞാനല്ല അടിച്ചു വന്നത്, ഒരു സോംബിയും സ്കെൽറ്റനൊക്കെ കൂടെ അടിച്ചു വന്നതാണ്. അപ്പോൾ ആ പൂ ഞാനവിടെ നട്ടു വെച്ചിട്ടുണ്ട്, ഇനിയും സ്പോണാവുമല്ലോ. അപ്പം നമുക്കിനി പോയിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണം. അവിടെ നമ്മുടെ വില്ലേജ് ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഫില്ലർ ചെയ്ത് മേളിൽ കയറി നോക്കാം നമ്മുടെ ബേസ് ഇവിടെ എല്ലാം ഉണ്ടോയെന്ന്. ഈ കാട് മൊത്തം കാടാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ. ഫുള്ള് ചുറ്റിനും കാടാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പ്ലെയിൻസ് ഉണ്ട്. അവിടെ ഒരു സാധനമുണ്ട്,
അതിലൊക്കെ ഞാൻ കയറി നോക്കിയതാന്ന് തോന്നുന്നു. ഇവിടെ ഒരു പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. ഒരു മരം ഞാൻ കണ്ടുള്ളൂ. നമുക്ക് അവിടെ പോയി തപ്പി നോക്കാം. ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് തപ്പി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മേളിലോട്ട് കയറിയിട്ടുണ്ട്. ഈ സ്ഥലവും എൻ്റെ ചെറിയ ബ്ലോസോ അവിടെ നമ്മുടെ വില്ലേജ്, ഇവിടെ നമ്മുടെ ബേസ് ആണെന്ന് തോന്നുന്നു. തപ്പി നോക്കാം. ഇവിടെ അങ്ങനെ നമ്മുടെ വീടുണ്ടെങ്കിൽ നമ്മുടെ ബേസാണ്. ചിലപ്പോൾ വേറെ ചെറിയ ബ്ലോസ് ആണെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കയറിപ്പോയി. നമ്മുടെ ബേസ് സൈഡ് ഭാഗത്ത് എവിടെയോ ആണ്. നമുക്കിങ്ങനെ സൈഡിൽ കൂടെ പോയി നോക്കാം. ജസ്റ്റ് മിസ് ഇപ്പോൾ പോയേനെ. ഓക്കെ, നമ്മുടെ വീട് ഇതിനെ കണ്ടില്ലല്ലോ. ഇതല്ലേ ഇനി? അതോ ഇരിക്കുന്നു. കിട്ടി. നമ്മുടെ വീട് നമുക്ക് കിട്ടി. അതെന്താ മേപ്പോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ മുമ്പ് ചാടിച്ചത്ത ഒരു പില്ലറ് സംഭവമാണൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം വീട്ടിൽ വന്ന് നമ്മുടെ ഇവിടെ ഒരു പട്ടീനെ കെട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ടൈം ആക്കാം. ഇതിൻ്റെ പേര് നിങ്ങൾ ഇടണ്ട, കാരണം കഴിഞ്ഞ നമ്മുടെ സീരീസിൽ ഞാൻ ഒരു പട്ടീനെ ടൈമാക്കി. അപ്പോൾ അതിന് ഇടാവോ എന്ന് ചോദിച്ചപ്പം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് നമുക്ക് ഇടാം കേട്ടോ. ഇതിന് നമുക്ക് ആ പേര് തന്നെ ഇട്ടേക്കാം. ഇത് നമ്മുടെ കാട്ടിലെ പട്ടിയാന്നേ ഉള്ളൂ. പിന്നെ ഒരാൾ നമ്മളോട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ക്രിയേറ്റീവിലാക്കിയിട്ടാണ് നമ്മുടെ വീടൊക്കെ പണിഞ്ഞത്. അതായത് നമ്മൾ ക്രിയേറ്റീവിലാക്കി പണിഞ്ഞിട്ട് സർവൈവലാക്കിയിട്ട് നിങ്ങളെ കാണിച്ചെന്ന് ഒരാൾ പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സൺസെറ്റ് കണ്ടിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് പോയിട്ട് സർവൈവലിൽ നിൽക്കുമ്പോൾ ക്രിയേറ്റീവ് ആക്കണം. ക്രിയേറ്റീവ് ആക്കുമ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇതിന് മുമ്പ് നമ്മൾ സർവൈവലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുവരെ സർവൈവലാക്കിയില്ല. ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിതിന് മുമ്പ് ക്രിയേറ്റീവ് ആക്കിയിട്ടില്ല. ഇപ്പം കിട്ടിക്കാണും, തെളിവ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കടന്നുറങ്ങി രാവിലേക്ക് എണീക്കാം. ഇനി നമുക്ക് വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം. അത് ഞാൻ നാളെ ഉണ്ടാക്കാം. നാളെ ഉണ്ടാക്കിയിട്ട് നാളെ നമുക്ക് വീഡിയോ ഇടാം. ഇനിയിപ്പോൾ ടൈമില്ല. ഓക്കെ, നമുക്ക് നാളെ ഇടാം. ഇപ്പം നമുക്ക് ജസ്റ്റ് അതിനുള്ള സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്ത് വെക്കാം. എല്ലാം കൂടി ഒരു ദിവസം പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ കോബിൾ സ്റ്റോൺ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ വില്ലേജ് ബ്രീഡർ പണിയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലണം ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പട്ടിക്കുട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വില്ലേജ് ബ്രീഡർ പണിയാൻ വേണ്ടി ഞാനിവിടെ കുറച്ചധികം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്കിനി ഇത് പണിയാൻ വേണ്ടി. അപ്പോൾ ബാക്കി പണിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു ഇൻട്രോ ഒക്കെ നമുക്ക് മാറ്റാട്ടെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ ഇൻട്രോ തന്നെ ആയിരുന്നു. അപ്പോൾ അതിനെ മാറ്റുന്നതായിരിക്കും. അപ്പോൾ ശരി, കാണാം. ബൈ.